ഹായ് സ്റ്റുഡൻസ്, SLC IT എക്സാമിനേഷനിലെ പ്രാക്ടിക്കലിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൈറ്റ് പ്രസിദ്ധീകരിച്ച സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഗീവ് ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ദ ക്ലിപ്പ് ബോർഡ്. ഈ തന്നിരിക്കുന്ന ക്ലിപ്പ് ബോർഡിന് നമ്മളൊരു ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കണം. Group the entire image. Save the prepared image as SVG file in exam 10 folder in home with your register number _ question number as the file name. മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. ക്ലിപ്പ് ബോർഡിന്റെ പശ്ചാത്തല നിറം ഗ്രേഡിയന്റായി ക്രമീകരിക്കുക. ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക. ഈ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് എന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിലെ ബോർഡർ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിലെ ഷോ പേജ് ബോർഡർ എന്നുള്ളത് നമ്മൾ ആ ടിക്ക് ഒഴിവാക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ആ ബോർഡർ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ തന്നതുപോലെ ഒരു സ്ക്വയർ ഡ്രോ ചെയ്യാം. അതിനൊരു ബോർഡറും കൂടി വേണം. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ സെലക്ട് ചെയ്യുന്നു. സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ഒരു കളറ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്ക്വയർ ഡ്രോ ചെയ്യാണ്. ഇനി നമുക്കിതിനൊരു ബോർഡർ വേണം. അതിനായിട്ട് ഈ ഒബ്ജക്റ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുന്നു. അതിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് അത് സെലക്ട് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ടാബ് സ്ട്രോക്ക് പെയിന്റ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പം നോ പെയിന്റ്, ഒരു ബോർഡറും ഇല്ല. അപ്പം നമുക്കതിൽ ബോർഡർ വരുത്തിക്കാനായിട്ട് ഇവിടെയുള്ള ഫ്ലാറ്റ് കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഫ്ലാറ്റ് കളർ നമ്മൾ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. നമുക്കൊരു കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഇതിലായിരിക്കും സെലക്ട് ആയിട്ടുണ്ടാവുക. വീൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ കളർ നമുക്ക് തന്നിരിക്കുന്ന അതേ കളർ തന്നെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു. ഇനി ആ സ്ട്രോക്ക് സ്റ്റൈലിൽ ഇവിടെ 5 എന്നുണ്ട്. നമുക്ക് അതിൽ കൂട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു 7 ഒക്കെ ആക്കണമെങ്കിൽ 7 ഇവിടെ ടൈപ്പ് ചെയ്യാം. വിഡ്ത്ത് എന്നുള്ളിടത്ത് 7 എന്ന് കൊടുത്താൽ മതി. അത് കുറച്ച് കൂടുതലാണ്, നമുക്ക് 5 തന്നെ കൊടുക്കാം. 5 കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ലിനിയർ ഗ്രേഡിയൻ്റ് ആണ്. 2 ഷെയ്ഡായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയർ സെലക്ട് ചെയ്യണം. സെലക്ട് ടൂൾ യൂസ് ചെയ്ത് ഇതൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ടൂൾ ബാറിൽ താഴെയുള്ള ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഗ്രേഡിയൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ കാണാം, ക്രിയേറ്റ് ലിനിയർ ഗ്രേഡിയൻ്റ് എന്നുള്ളത്. അത് ആണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഈ സ്ക്വയറിനകത്തൊന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ക്വയറിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കളർ ഒരു ആഷ് പോലത്തെ കളറ് അത് നമ്മൾ സെലക്ട് ചെയ്യാണ്. അതുപോലെ ഇവിടെ റൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കളറ് കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആണ്. ആ ബ്രൗൺ കളറ് സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് തന്നതുപോലൊരു പിക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഗ്രേഡിയൻ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു വെച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഹാഫ് സർക്കിളാണ്. ആ ഹാഫ് സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സർക്കിൾ ടൂള് സെലക്ട് ചെയ്യുന്നു. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ബോർഡർ വരുന്നുണ്ട്. നമുക്ക് ഈ ബോർഡർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് യൂസ് ചെയ്തിട്ട് സ്ട്രോക്ക് പെയിന്റ് എന്നുള്ളത് നോ പെയിന്റ് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിലായിട്ട് ഈ ഒരു ക്ലോസ് ബട്ടൺ കാണാം. അത് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്താലും നമുക്ക് വേഗത്തിൽ ഇതിൻ്റെ ബോർഡർ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് തിയറി ക്വസ്റ്റ്യന് വരുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഈ ക്ലോസ് ബട്ടണിൽ ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ബോർഡർ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സർക്കിളാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ഹാഫ് സർക്കിൾ ആക്കണം. അതിനായിട്ട് ഈ സ്റ്റാർട്ട് എന്നുള്ളിടത്ത് 180 എന്ന് ടൈപ്പ് ചെയ്യാം. സ്റ്റാർട്ട് എന്നുള്ളിടത്ത് വാല്യൂ നമ്മൾ കളയുന്നു. 180 എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചെറിയൊരു ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഗ്രേഡിയൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതൊന്ന് സെലക്ട് ചെയ്തു.
ഇവിടെ നിന്ന് ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ തന്നതുപോലെ താഴെ കുറച്ച് ലൈറ്റ് ഷെയ്ഡും മുകളിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആണുള്ളത്. അങ്ങനെ ആക്കി സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ കൊണ്ടുവെക്കുന്നു. നമുക്ക് വേണ്ട ഷേപ്പ് കുറയ്ക്കണമെങ്കിൽ, സൈസ് കുറയ്ക്കണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ താഴെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതേപോലെ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിലൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് കൊടുക്കാം. അതിനുശേഷം ക്ലിപ്പ് ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. ക്ലിപ്പ് ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് കളർ ആക്കാൻ വേണ്ടി ഇതൊന്ന് സെലക്ട് ചെയ്തു. വൈറ്റ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് വേണ്ട സൈസിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ തന്നതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് exam 10 എന്ന ഫോൾഡറിൽ SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് സെലക്ട് ചെയ്യുന്നു മൊത്തത്തിൽ. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതിൽ ഹോമിൽ exam 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. 9901 ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. അത് കൊടുത്തു. _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ അതും കൊടുത്ത് സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ദ ഇമേജ് ഓഫ് ആൻ എൻട്രൻസ് ആർക്ക് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ as shown in the model. Arrange the text Freedom Fest 2023 in curve as shown in the image. Save the prepared image as an SVG file in the exam 10 folder in home with your register number _ question number as the file name. അതിന് മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. മാതൃകയിലുള്ളതുപോലെ ഒരു പ്രവേശന കവാടത്തിന്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. ഫ്രീഡം ഫെസ്റ്റ് 2023 എന്നത് കമാൻ ആകൃതിയിൽ ക്രമീകരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ബോർഡർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ഒഴിവാക്കുക. ഇനി നമ്മൾ സ്ക്വയർ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് പോലെ ഒരു കളർ സെലക്ട് ചെയ്തു. ഇവിടെ ഒരു സ്ക്വയർ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഈ ബോർഡർ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു ക്ലോസ് ബട്ടണിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇവിടെയുള്ള ബോർഡർ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ അതിനെ സെറ്റ് ചെയ്യാം. വേണ്ടത്ര വലുപ്പത്തിൽ അതിനെ സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വേറെ സ്ക്വയറും കൂടി വേണം. ഒരു ഡാർക്ക് കളറിലൊരു സ്ക്വയർ വേണം. അതിനായിട്ട് വീണ്ടും നമ്മൾ അടുത്ത കളർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡ്രോ ചെയ്യാണ്. അടുത്ത സ്ക്വയർ ഇവിടെ ഡ്രോ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ആരോ കീ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ തന്നതുപോലെ രണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് പുറകിലോട്ടാക്കണമെങ്കിൽ ബാക്കിലോട്ടാക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ലോവർന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പേജ് ഡൗൺ യൂസ് ചെയ്താലും മതി. ഇനി ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതേപോലെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹാഫ് സർക്കിളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സർക്കിൾ ടൂൾ യൂസ് ചെയ്തു ഒരു സർക്കിൾ ഡ്രോ ചെയ്യാണ്. ഇതിനെ നമുക്ക് ഹാഫ് സർക്കിളായിട്ട് കിട്ടണം. അതിനായിട്ട് ഇവിടെ സ്റ്റാർട്ടിൽ 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്താൽ നമുക്ക് ഹാഫ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വേണ്ട ഷേപ്പിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി ഇതിന് വേണ്ടൊരു കളറ് ഒരു ഡാർക്ക് വയലറ്റ് കളറാണ്. ഒരു ഡാർക്ക് വയലറ്റ് കളറാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വേറൊരു കളർ കൊടുക്കാം. ഈ ഒരു സർക്കിളിന് ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കിളിന് നമ്മൾ വേറൊരു കളർ കൊടുക്കുന്നു. നമ്മൾ ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ മൗസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ സെയിം ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ സർക്കിൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ അവിടെ അറേഞ്ച് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ ആ ഒരു ഷേപ്പ് വേണ്ടത് ആ രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കുക.
അപ്പം ആ ഒരു രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് സർക്കിൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഹാഫ് സർക്കിളും കൂടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പാത്തിൽ ഡിഫറൻസ് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു കമാൻ ആകൃതിയിലുള്ള ഗേറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഒന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ആ രൂപത്തിലാക്കിയിട്ട് ഇതിനെ പുറകോട്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒബ്ജക്റ്റിൽ ലോവർ അല്ലെങ്കിൽ കീബോർഡിൽ പേജ് ഡൗൺ അടിച്ചാലും മതി. ഓക്കെ, ഇങ്ങനെ സെറ്റ് നമുക്ക് തന്നതുപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ പിക്ചറിലെ പോലെ തന്നെ ആക്കി മാറ്റാം. അപ്പം അതിനായിട്ട് കുറച്ചും കൂടി നമ്മൾ എടുത്തിങ്ങനെ ആക്കും. ഇനി ഫ്രീഡം ഫസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇനി ഒരു ഹാഫ് സർക്കിളും കൂടി വേണം. ഒരു സർക്കിളും കൂടി നമ്മൾ ഡ്രോ ചെയ്തു. അതിനുശേഷം ഇവിടെ ഫ്രീഡം ഫസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫ്രീഡം ഫസ്റ്റ് 2023 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് വേണ്ട ഷേപ്പിലാക്കി മാറ്റിയിട്ട് വൈറ്റ് കളറാണ്, നമുക്കതവിടെ സെറ്റ് ചെയ്യുമ്പോൾ വെക്കാം. ഇനി ഈ ഒരു സർക്കിളും ഈ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു സർക്കിളും കൂടി സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് കൊടുക്കുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഇവിടേക്ക് നമ്മൾക്ക് കൊണ്ടുവെക്കാം. ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഫിനെ ജസ്റ്റ് ഇങ്ങനെ സ്പേസ് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ ഇവിടെ ആക്കിയിട്ട് ഒന്നും കൂടി സെലക്ട് ചെയ്തു വൈറ്റ് കളറും കൂടി കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ സർക്കിൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, ഇതിനെ ഹൈഡ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഇവിടെ നമ്മൾ ഫിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലോസ് നോ പെയിൻ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കാം. ഇങ്ങനെ ഇത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്തു ഗ്രൂപ്പ് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളോട് പറഞ്ഞതുപോലെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പറായിട്ട് സേവ് ചെയ്യുന്നു. ഫയലിൽ സേവ് ആസ് യൂസ് ചെയ്യാണ്. അതിൽ ഹോമിൽ exam 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഇവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _question number 1 ആണ്. 1 കൊടുത്ത് .svg എന്ന് അവിടെ ഉണ്ട്. സേവ് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.